അളവിൽ നമ്മുടെ മുസ്ലിങ്ങളുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും സിഖുകാരുടെ ആണെങ്കിലും ഹിന്ദുക്കളുടെ ആണെങ്കിലും ഒക്കെ അമ്പലങ്ങളിൽ സ്വത്ത് സ്വർണം ഈ അളവിൽ കുന്നുകൂട്ടി ഇടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു വളരെ ജനാധിപത്യത്തിൽ ഉയരാവുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നമുക്ക് ശബരിമല ക്ഷേത്രത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, കുറച്ച് മുമ്പാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി വലിയ സംശയങ്ങളും തർക്കങ്ങളൊക്കെ ഉയർന്നത്. അപ്പോൾ നമ്മുടെ ദരിദ്ര രാജ്യത്ത് ഈ തരത്തിൽ സ്വർണം വെള്ളി തുടങ്ങിയുള്ള വിലപിടിച്ച സംഗതികളൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുക, അത് ആവശ്യമുണ്ടോ എന്ന് വിശ്വാസികൾ ആലോചിക്കണം. അത് ഈ വിശ്വാസികളുടെ തന്നെ അവർക്ക് തന്നെ ഉപകാരപ്പെടുന്ന തരത്തിൽ എന്തുകൊണ്ടത് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് 1979 മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ വാതിൽ അന്നത്തെ ഖാലിദ് രാജാവ് 80 കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞത്. അതിനൊന്നും എന്തിനാണ് അങ്ങനെ സ്വർണം കൊണ്ട് അവിടെ പൊതിയുന്നത്, അത് മനുഷ്യന് ഉപയോഗമുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ചെലവാക്കുന്നില്ല എന്ന് സാമാന്യമായി ആരും ചോദിച്ചില്ല. ഇപ്പം ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും എന്നുള്ള തമാശ പുസ്തകത്തിൽ മനോഹരമായൊരു ചോദ്യമുണ്ട്. കർത്താവിനെ ക്രൂശിച്ചത് മരക്കുരിശിലാണ്, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന് തോമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ദേവാലയങ്ങളിലും കൊടിമരമായിട്ടാണെങ്കിലും നിലവിളക്കായിട്ടാണെങ്കിലും കുരിശായിട്ടാണെങ്കിലും ഒക്കെ അത് സ്വർണം കൊണ്ട്, അതായത് വളരെ വില പിടിച്ചതാക്കുക. അപ്പം അങ്ങനെ ഈ തരത്തിൽ നമ്മുടെ നാട്ടിലെ സമ്പത്ത് ഒരു സ്ഥലത്ത് ഒരു മരിച്ച സ്വത്തായിട്ട് ഡെഡ് മണി ആയിട്ട് ഉപയോഗമില്ലാത്തായിട്ട് കിടക്കുന്നൊരവസ്ഥ ഇതിനകത്തുണ്ട്. അതൊരു സാമ്പത്തിക പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന കളവുകളോ കൊള്ളകളോ ഒക്കെ വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, അത് ഈ നാട്ടിലെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ പുതിയ ഗവൺമെൻറ് ശബരിമല കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വക്കീലിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വെച്ചു. അപ്പോൾ അത് പിൻവലിച്ചു, അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞു, അദ്ദേഹം രാജിവെച്ചു. പക്ഷെ അന്ന് പറഞ്ഞൊരു കാര്യം, വിശ്വാസികളുടെ പരാതി അവരുടെ പരാതിക്ക് അവരുടെ സങ്കടത്തിന് പരിഹാരമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ്. അത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇവിടെ ആരുടെ മുതൽ കെട്ടാലും അത് നിയമവാഴ്ചയുടെ പ്രശ്നമാണ്, ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതൊക്കെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ അല്ലെങ്കിൽ രാമൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒക്കെ പേരിലല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ മതപൗരോഹിത്യം എപ്പോഴും എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നൊരു പണിയാണിത്. അവർക്ക് സമ്പത്ത് വേണം, നേതൃത്വം വേണം, പ്രസിദ്ധി വേണം, അധികാരം വേണം. അപ്പോൾ അതിന് പല തരത്തിലുള്ള തക്കിടികൾ അവർക്കുണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ കാലത്ത് ഒരു രീതിയിലാണെങ്കിൽ രാജാധിപത്യത്തിൻ്റെ കാലത്ത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അന്നില്ലാത്ത തരത്തിലുള്ള സൗകര്യം ഇന്ന് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ തരത്തിൽ പൗരോഹിത്യത്തിന് വിധേയപ്പെട്ട് തങ്ങളുടെ ഉള്ളതും ഇല്ലാത്തതുമായ സമ്പത്ത് മുഴുവൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദേവസ്ഥാനത്ത് കൊണ്ട് ചെരിയേണ്ട ആവശ്യമുണ്ടോ? അതവിടെ ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഇവരൊക്കെ വിശ്വസിക്കുന്നതിന് പകരം ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും അതിൻ്റെ വിവരങ്ങൾ കിട്ടാവുന്ന മട്ടിൽ എല്ലാ വിശ്വാസികൾക്ക് അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനൊരു സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം എപ്പോഴും ഈ ഭണ്ഡാരപ്പെട്ടി എണ്ണുന്ന ആളുകൾ അത് മോഷ്ടിക്കുന്നതിൻ്റെ പല CCTV ദൃശ്യങ്ങളും കണ്ട ഓർമ്മയിലെ ഞാൻ പറയുന്നത്. കാരണം പണം അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി എന്നുള്ളതൊക്കെ നമ്മൾ പറയുമല്ലോ, ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല. അപ്പോൾ എല്ലാവരും കള്ളന്മാരാന്ന് ഞാൻ അവിടെ ആക്ഷേപിച്ച് പറയല്ല. ഈ തരത്തിൽ നമ്മുടെ നാട്ടിലെ സമ്പത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ ഏത് മതക്കാരൻ്റെ ദേവസ്ഥാനത്താണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും ഇങ്ങനെ സ്വർണം പൂശാനും വെള്ളി പൂശാനും രത്നകിരീടം അണിയിക്കാനും ഒക്കെ ആയിട്ട് ഈ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടി അത് നിർജീവമായിട്ട് കിടത്തേണ്ടതുണ്ടോ? അത് ഈ വിശ്വാസികളുടെ തന്നെ ആവശ്യത്തിനും അവരുടെ സാമൂഹ്യമായ ക്ഷേമങ്ങൾക്കും ഉപയോഗിച്ചുകൂടെ എന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.